വെൽക്കം ടു Kitchentales. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്യാൻ പേടിച്ചിരിക്കുന്ന വീഡിയോ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്തിരി കുറച്ച് ധൈര്യമായി, കുറച്ച് പ്രാക്ടീസ് ചെയ്തു. QnA. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ബേസിക്കലി കുറേ സിമിലർ വൺസ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടേ ചോദിക്കണുള്ളൂ. ബിക്കോസ് അത്രയും ക്വസ്റ്റ്യൻ ചെയ്താൽ പിന്നെ ഈ വീഡിയോ തീരില്ല. ഓക്കെ, കുറച്ച് ഈസി ആയിട്ടുള്ളത് ചോദിക്കണേ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിൽ യു ഓപ്പൺ എ റെസ്റ്റോറൻറ്റ് ഇൻ കൊച്ചിൻ? നോ, റൈറ്റ് നോ ഇപ്പം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അല്ല, എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റണമെന്നുണ്ട്. പക്ഷേ എൻ്റെ അത്രയും ഇൻപുട്ട് ജിജോനും മന്നയ്ക്കും ജോർജിക്കും ഒരേപോലെ ഇടാൻ പറ്റിയ എന്തെങ്കിലേ ഞാൻ തുടങ്ങുള്ളൂ. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ തലയിലായി പോയല്ല. എനിക്ക് പാർട്ടി ഓർഡേഴ്സ് തന്നെ വന്ന പ്രഷർ എനിക്ക് നല്ല ഓർമ്മയാണ്. അത് കാരണം റെസ്റ്റോറൻറ്റ് അറിയില്ല. എന്തായാലും എന്തെങ്കിലും ഞാൻ ചെയ്യും. ബട്ട് അത് റെസ്റ്റോറൻ്റ് ആണെന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഹൗ ഓൾഡ് ആർ യു? അറിയില്ല. അടുത്തത്, ഓക്കെ, ടെൽ അബൌട്ട് യു, യുവർ എഡ്യൂക്കേഷൻ ആൻഡ് അബൌട്ട് യുവർ ഫാമിലി. ഇത് കുറേ വന്ന ക്വസ്റ്റ്യനാണ്. BA സോഷ്യോളജി ആൻഡ് സെയിൻറ്റ് ജോസഫ്സിലാണ് പഠിച്ചത്. സ്കൂളിംഗ് ഇരിഞ്ഞാലക്കുടയിലാണ് പഠിച്ചത്, സെയിൻറ്റ് ജോസഫ്സ്. പിന്നെ നെക്സ്റ്റ് എന്തായിരുന്നു? അബൌട്ട് യുവർ ഫാമിലി. ഫാമിലി കൊടകരയിലെ ഡാഡി, മമ്മി, പിന്നെ ധന്യ എൻ്റെ സിസ്റ്റർ, ബ്രദർ വിനീത് മാരി ടു റോഷ്നി, ആൻഡ് അവർക്ക് 2 പിള്ളേർ, ജെർമി, മിക്ക. പിന്നെന്താ, അത്രേ ഉള്ളൂ. ധനിമ ജെറിപ്പനെ പറഞ്ഞില്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ജിജോ ആൻഡ് നീതു ലവ് മാരേജ് ക്വസ്റ്റ്യൻ മാർക്ക്. അത് ജിജോ പറഞ്ഞു. അല്ല, ലവ് മാരേജ് അല്ല. ഇത്രയുള്ള ഞാൻ ഓർക്കിഡ് ഇറ്റ്സ് ലോങ് ടൈം ബാക്ക്, 24 years back. Obviously it was arranged. അല്ല, ജിജോ എന്നോട് ആകെ കൂടെ ഒരൊറ്റ ചോദ്യം ചോദിച്ചു. അതിലാണ് ജിജോ വീണു ചെയ്തോട്ടെ ആ ആൻസറിൽ. അത് ജിജോന് ഓർമ്മയുണ്ടോ? ബ്രോക്കർ ഒന്നും ആയിരുന്നില്ല. ഇറ്റ് കെയിം ത്രൂ ആരാ? നീറ്റൂടെ എഴുപനിലെ അപ്പച്ചൻ അമ്മച്ചിയൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത്. ഞാൻ പറയാം, ഞാൻ സെയിൻറ്റ് ജോസഫിൽ പഠിച്ചിരുന്നപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞു ഇവിടെ ജിജോ, അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടൊന്നും അന്വേഷിച്ചായിരുന്നു. അപ്പം ഞാൻ തന്നെ ഒരു ബ്രോക്കറിനെ പറഞ്ഞു വിട്ടു ജിജോയുടെ വീട്ടിലോട്ട്. ഈ കഥ ഞാൻ ആദ്യമായിട്ട് പറയാം കേട്ടോ. ഇത് കൊള്ളാം, നല്ല ഐഡിയ. കപ്പലുവള്ളി കപ്പലോളിയിൽ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. ഞാൻ നോക്കുമ്പോ അമ്മ അവിടെ നിന്ന് മറ്റേ കുമ്പസാര കൂട്ടിന്ന് ഇറങ്ങി വലിയ നീളത്തിലുള്ള ഒരു ഗൗണൊക്കെ ഇട്ട്. Did you have a different career before you started cooking? What did you study? What was your alternate career? മാക്സിമം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വെറുതെ ഇരിക്കാനായിരുന്നു ഇഷ്ടം. കുക്ക് ചെയ്യായിരുന്നു പക്ഷെ നന്നായിട്ട്. പക്ഷെ ഇങ്ങനെ ഒരു പ്രൊഫഷണലിനെ പറ്റിയൊന്നും ഒട്ടും ചിന്തിച്ചിട്ടില്ല. ആൻഡ് ചിന്തിച്ചാൽ തന്നെ ഞാൻ ഒരു ഒരു അത്യാവശ്യം വന്നപ്പോൾ ഇതിനകത്തേക്ക് ഇറങ്ങിയതാണ്, കിച്ചൺ ടേസ്റ്റിലോട്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നണില്ല ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ആളാണിത്. എല്ലാവരും എന്നോട് പറയുമായിരുന്നു, ബട്ട് അപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഇപ്പോൾ ചെയ്ത് തുടങ്ങിയപ്പോൾ ഐ എം വെരി മച്ച് ഇൻ ടു ഇറ്റ്. വേറെ ഒന്നും ഇപ്പോൾ തലയിൽ വരുന്നില്ല. ഈ റെസിപ്പീസും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. എനിക്ക് തോന്നുന്നു എനിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിലേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ക്യൂസീൻ? ഇപ്പോൾ ജാപ്പനീസ് ഭയങ്കര ഇഷ്ടമാണ്. ടോണീസ് കിച്ചണിൽ കഴിച്ച പിന്നെ അതിൻ്റെ ഫാനാണ്. ആൻഡ് അയ്യോ, നാടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് പൊക്കി പറയില്ല. എനിക്ക് എൻ്റെ വീട്ടിലെ ഭക്ഷണം ഇഷ്ടം. സത്യമായിട്ടും പറഞ്ഞാൽ എനിക്ക് അമ്മയുടെ വീട്ടിൽ ഞാൻ വീട്ടിലുണ്ടാക്കും. ലഞ്ച് ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ ലഞ്ചെന്നും പറഞ്ഞ് മിസ് ചെയ്യാറില്ല ഒന്നും. Okay, are you a shopaholic or a workaholic? Both. അപ്പയുടെ കാര്യം പറഞ്ഞ. Anyway, your favorite drink? Same ആ നമ്മള്. ഞാനും alcoholic ആണ്. Favorite drink ആണോ? Your favorite drink? എന്ത് ഡ്രിങ്ക്? ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ. Your favorite drink എന്ന് ചോദിച്ചത്. മൊയ്തോ. മൊയ്തോ. No whiskey. Okay, ചേച്ചി's favorite inspirational person? അപ്പ. Is Manna single? Yeah. Yes, അല്ല ഇതിനകത്തുണ്ട്. ഒരു ചേച്ചി 20 questions ചോദിച്ചു. മോളെ, your dream in life? മന്നയുടെയാണോ എന്റെയാണോ? അമ്മയുടെയാ. ഡ്രീം ഇൻ ലൈഫ്. ആണാ? എന്താണ്? അപ്പൊ you can't answer for her. Sorry. Yeah. My dream in life എന്തായാലും കിച്ചൺ ടേൽസ് കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും വലിയ കാര്യമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. Okay, this is a good one. Your message to your haters? ഹേറ്റേഴ്സിനോടുള്ള മെസ്സേജ്. ഹേറ്റ് ചെയ്യണ ആൾക്കാരോട് ഞാൻ എന്ത് പറയണ മന്ന? ഹേറ്റേഴ്സിനോട് അല്ലേ? കീപ് ഹേറ്റിംഗ്. പിന്നെ എനിക്ക് തോന്നുന്നു
That's a good one. That's a good പിന്നെ അത് മാത്രമല്ല ഹേറ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രഷറിൽ വർക്ക് ചെയ്യാൻ പഠിച്ചത്. ആൻഡ് എങ്ങനെയെങ്കിലൊക്കെ ഓവർകം ചെയ്ത് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോവും. അപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് വരണ ദിവസം ഞാനത് വായിക്കാണ്ട് വർക്ക് ചെയ്യുമായിരുന്നു. കൂടുതൽ കോൺസെൻട്രേഷൻ എൻ്റെ വർക്കിൽ കൊടുക്കുമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഹേറ്റേഴ്സും വേണം. Okay. What are your weaknesses and strengths? വീക്ക്നെസ്സസ് ന്യൂഡ് ലിപ്സ്റ്റിക് ആൻഡ് സ്ട്രെങ്ത് ആരെന്ത് പറഞ്ഞാലും മാറ്റില്ല. എൻ്റെ ഒരു ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും. അത് ആര് പറഞ്ഞാലും അങ്ങനെയാ. അപ്പൊ അങ്ങനെയല്ല, അങ്ങനെ ഒരു ഇതിന്റെ പേരിലല്ല. ഓഹോ. Okay. How do you stay happy when you feel low? Loved your positivity. അതൊരു കാര്യം കേട്ടോ. ആക്ച്വലി അല്ലല്ല, ഫേക്ക് ഒന്നും അല്ല. ആക്ച്വലി വീഡിയോ തുടങ്ങണേക്കാൾ മുമ്പ് ചിലപ്പോൾ ഞാൻ ഭയങ്കര ലോ ആയിരിക്കും. ആൻഡ് പ്രഷർ ഇട്ട് തന്നെ ചിലപ്പോൾ ആ വീഡിയോ ചെയ്യും. ബട്ട് വീഡിയോ എൻ്റെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ നടന്നുകൊണ്ട് വന്നപ്പോൾ നാച്ചുറലി എനിക്ക് അത് ഭയങ്കരമായിട്ട് ഹിറ്റാവണമല്ലോ, ആ ഒരു ഹാപ്പിനെസ്. അങ്ങനെ ഞാൻ ലോ ആണെങ്കിലും അന്നത്തെ ദിവസം വർക്ക് ചെയ്യും, മാറ്റി വെക്കില്ല. ഒരു കാര്യം തീരുമാനിച്ച ദിവസം ചിലപ്പോൾ രാത്രി 10 മണിയാണെങ്കിൽ അത് ചെയ്യും. അതാണ്. Okay. How do you manage your weight in spite of all tasting? ഒരു പിടിയെ ഞാൻ വായ വെക്കുള്ളൂ കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ അത് എന്നോട് എല്ലാവരും ചോദിക്കും, എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും, ഈവൻ ഫോളോ ചെയ്യുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ എന്നെ കാണുമ്പോൾ ചോദിക്കും, ഇത്രയധികം കഴിച്ചിട്ട് ഇത്രയേ ഉള്ളല്ലോ ആളെന്ന്. സാധാരണ നമ്മുടെ സ്ക്രീനിൽ കാണുന്നതിൻ്റെ പകുതി സൈസേ ഉള്ളത്. സത്യം പറഞ്ഞാൽ 1 സ്പൂണേ ഞാൻ കഴിക്കുകയുള്ളൂ. എല്ലാത്തിനും 1 സ്പൂൺ. ആൻഡ് ക്വാണ്ടിറ്റിയും അത്ര കുറച്ചേ ഞങ്ങൾ ഉണ്ടാക്കണുള്ളൂ. പക്ഷേ കുറേ ഡിഷസ് ഉണ്ടാക്കും. അങ്ങനെ തന്നെയായിരുന്നു പണ്ടും ഞാൻ. അപ്പയ്ക്ക് ബോറടിച്ചിട്ടോ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലോ. അമ്മനെ കുറിച്ച് പറയുമ്പോ അപ്പയ്ക്ക് ബോറടിക്കും. അല്ല എന്തെങ്കിലും അപ്പനോടൊന്ന് ചോദിച്ചാൽ അപ്പടുത്ത് ഒന്നുമില്ല. വാട്ട് ഈസ് യുവർ ഹസ്ബൻഡ്സ് ജോബ്? അപ്പയ്ക്ക് ഒരു പണി കൊടുത്താടാ, ഇപ്പൊ തന്നെ തരാം. Trading of electrical goods and appliances. Yeah, that's the business. What type of food do you enjoy making? അപ്പനോടാണോ? അല്ല മോളെ, ഇത് അപ്പടുത്താ. എനിക്കെല്ലാം. എനിക്ക് പുതിയ ഡിഷ് ഏറ്റവും എൻജോയ് ചെയ്യണ അപ്പയുടെ മോർണിംഗ് കോഫിയാ. അതെല്ലാവർക്കും അറിയാം. അപ്പത്തെ ക്വസ്റ്റൻ എന്തായിരുന്നു മന്ന? What type of food do you enjoy making? എനിക്ക് പുതിയ റെസിപ്പീസ് എല്ലാം, അതിന് ഇന്ന ക്യുസീന്നൊന്നുമില്ല, എല്ലാം ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ആൻഡ് ഇന്ത്യനും എല്ലാം മിക്സ് ചെയ്ത് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ നാടൻ ഉണ്ടാക്കുമ്പോൾ അത് തന്നെ ട്രൈ ചെയ്യണം എന്നൊന്നുമില്ല. ചിലപ്പോൾ നാടനിൽ ചിലപ്പോൾ ഇത്തിരി സോയാ സോസൊക്കെ ഇടും. അങ്ങനെ പലതും മിക്സ് ചെയ്ത് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ കുറച്ച് നാളായിട്ട് തുടങ്ങിയൊരു അസുഖമാണെന്ന് തോന്നുന്നു, എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കൽ. ആൻഡ് കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ആ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നു. വൈകാതെ നിങ്ങളെയും പഠിപ്പിക്കും. Okay. I love your videos. Where do you see yourself in another 3 years? That's a nice question. അതൊരു സംഭവമായിരിക്കും, പറയാൻ പറ്റില്ല. സംഭവമായിരിക്കും തന്നെയാണ് എൻ്റെ ഒരു വിഷൻ. How to deal with fish cutting and the after അത് പറയല്ലേ. ആഫ്റ്റർ സ്മെൽ ഡ്രൈ ക്ലീൻ ചെയ്യണം ഡ്രസ്സ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് കട്ടിങ് ഇത്തിരി ബുദ്ധിമുട്ടാണ്, എനിക്ക് പഠിച്ചിട്ടില്ല. പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഹോൾ ഫിഷ് ഫില്ലേ പോലെയൊക്കെ ചെയ്ത് നോക്കി. ആ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ട് ഇട്ടപ്പോൾ, സ്റ്റോറി ആയിട്ട് ഇട്ടപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തു, ഇങ്ങനെയല്ല ഇത് യൂസ് നൈഫ് മാറ്റിയ, അല്ലെങ്കിൽ ഫില്ലേ നൈഫ് യൂസ് ചെയ്താൽ കുറേ കൂടെ നന്നായിട്ട് വരും. അങ്ങനെ കുറേ പേര് സജഷൻസ് തന്നു. അത് തന്നെ. Why do you like this lipstick shade even though you look pretty in darker ones? അത് എനിക്കും കൂടി തോന്നുന്നുണ്ട്. Okay. Simple and humble. What's one hobby you enjoy? വർക്കൗട്ട്സ് പലതരം, എല്ലാ ദിവസവും വർക്കൗട്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണത്. How is that a hobby? ഹോബി പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യണത്, അതാണ് എൻ്റെ ഹോബി. പിന്നെ പണ്ട് എനിക്ക് കത്തി വെച്ചിരിക്കുക ഇഷ്ടമായിരുന്നു ഫോണിൽ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് പോലും സമയം കിട്ടുന്നില്ല കേട്ടോ. അതിപ്പോൾ ഇഷ്ടമായി തുടങ്ങി. Okay. Where were you born and brought up? എൻ്റെ ദൈവമേ, പണ്ടങ്ങാണ്ട് ജനിച്ച കേട്ടാ. ഞാൻ പറഞ്ഞു തൃശ്ശൂരാന്ന് തോന്നുന്നു. തൃശ്ശൂരാന്ന് തോന്നുന്ന ഇരിഞ്ഞാലക്കുട. പിന്നെന്തായിരുന്നു, വേറെന്തോ ചോദിച്ചല്ലോ. കൊടകര. നീ ആ ചാലക്കുടി. ഇനിയൊന്നുമില്ല, തീർന്നാ? ഇല്ല. I am just finding another good Manna, one. actually your height. അയ്യോ 5 feet 1.5. ആ 0.5 ഇമ്പോർട്ടൻ്റാ. How do you plan your videos? Do you set days for content planning, scripting, editing? പറയാം.
നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ ചെയ്യണ പോലെ പല റെസിപ്പീസും പല ഡിഷസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യൽ നല്ല പണിയാണ്. ആൻഡ് ഞാനിപ്പോൾ ആരെങ്കിലും ഇപ്പം എൻ്റെ കസിൻസ് തന്നെ വിളിച്ചാൽ പുറത്തോട്ട് ഇറങ്ങാൻ പേടിയാണ്. ഒരു കോണ്ടന്റ് എൻ്റെ തലയിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇറങ്ങില്ല. വീട്ടിൽ കുറച്ച് നേരം സമയം കൊടുക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ വരാൻ. അപ്പോൾ എപ്പോഴും വരും, പേടിച്ചാലും ഇനി വരുമോ, ഇനി എനിക്ക് എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടാവുമോ എന്നൊക്കെ ഡൗട്ട് തോന്നും. പക്ഷെ എപ്പോഴും തലേദിവസം ആകുമ്പോഴേക്കും ഞാൻ റെഡി ആയിരിക്കും കുറേ റെസിപ്പീസ്. ആൻഡ് വന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതും ഇൻക്ലൂഡ് ചെയ്യണം അതും ഇൻക്ലൂഡ് ചെയ്യണം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കുറേ ഡിഷസ് ഒരുമിച്ച് ഇങ്ങനെ കാണുന്നത്. Okay, Danya, everyone wants to know if Danya is your younger sister or your elder sister. എൻ്റെ യങ്ങർ സിസ്റ്ററാണ്. Which is the easiest dish to make for you? മോരേറി വിത്തൗട്ട് കുമ്പളങ്ങ. Without കുമ്പളങ്ങയും. അപ്പൊ പിന്നെ തൈരും ചോറെന്ന് പറഞ്ഞു. അല്ല, മഞ്ഞ കളറിലൊരു മോരേറി ഉണ്ട്. അതറിയാം. അതിൽ കുമ്പളങ്ങയൊന്നുമില്ല. Okay, tell me about your teenage days. Your home family. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ സ്ലീവ്ലെസ് ബ്ലൗസിലല്ലായിരുന്നു, വിരൽ മാത്രം പുറത്തേ ഉണ്ടായിരുന്നുള്ളൂ, കൈ ഫുൾ ഇത്രയും കവേർഡ് ആയിരുന്നു. പിന്നെ മമ്മിയുടെയും ഡാഡിയുടെയും പുറകെ നടക്കുന്ന ഒരാളായിരുന്നു. അവിടെ നിന്ന് മാറില്ല, വീട്ടിൽ നിന്ന് മാറില്ല. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ജിജോയുടെ പുറകെ നിന്ന് മാറില്ല. കഴിഞ്ഞു. ഉറങ്ങിയാ? അല്ല, മനസ്സ് എവിടെയോ പോയിട്ടാ. അപ്പനോട് കുറച്ച് ക്വസ്റ്റ്യൻസ്. You eat so nicely, do you enjoy? ശരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പുറത്തുനിന്ന് അത്രയും വേറെ എന്തെങ്കിലും ക്യുസീൻ ആണെങ്കിലും എനിക്ക് കഴിക്കാൻ തോന്നുള്ളൂ. എനിക്ക് കുറച്ചെങ്കിലും ഒരു ഐഡിയ ഉണ്ട് ആ സാധനം ഒരു ഡിഷ് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിലേ ഉണ്ടാക്കുള്ളത്. What's your favorite color? കളർ ഗ്രീൻ. അതുകൊണ്ടാണ് കിച്ചൺ ടേൽസിൻ്റെ ലോഗോ ഗ്രീൻ കൊടുത്തത്. ആൻഡ് എൻ്റെ മന്ത്രോടി ഗ്രീനാണ്. ആൻഡ് ഞാൻ ചില വീഡിയോസ് ചിലപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ കൊളാബ് വീഡിയോസിലൊക്കെ ചിലപ്പോൾ ഗ്രീൻ ഞാൻ മനഃപൂർവ്വം ഞാൻ ഗ്രീൻ ഇടാറുണ്ട്. എന്തോ കാരണം കൊണ്ട് എനിക്ക് ഗ്രീൻ ഭയങ്കര ലക്കി ആയിട്ട് തോന്നും. Your parenting tips. നിങ്ങൾ രണ്ടുപേരും എടുത്താ? അപ്പ പറഞ്ഞു. അത്രയും കാര്യമായിട്ട് പാരന്റ്സിനെ പോലെ പെരുമാറാതെ ഇരുന്നാൽ മതി. അവരോട് എല്ലാവരോടും ഫ്രണ്ട്ലി. കൂടുതലും ഇപ്പം ഞങ്ങൾ അത് മാത്രമല്ല വീഡിയോസ് എടുത്തു തുടങ്ങിയപ്പോഴാണ് ഞങ്ങളിപ്പോൾ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെ ആയിട്ടുണ്ട്. പഴയ പോലെ അല്ല. എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ. ഫാമിലി ടൈം ഇസ് ഇമ്പോർട്ടന്റ്. Family time is important. Is there a question or somebody is... No, that's what I'm saying. Family time really depends on how close you get to your parents. മന്ന പറയണാണ്. ഞാൻ പറയണ ഇത് ക്വസ്റ്റ്യൻ അല്ല, ഞാൻ ആൻസർ പറയണം. ശരി. Okay, tell about your insecurities. ഇൻസെക്യൂരിറ്റി, എനിക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വർക്കല ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ പോയിട്ടില്ല ഒറ്റയ്ക്ക് എവിടെയും. അതിപ്പോൾ ഇത്തിരി പേടിയായിട്ട് ഇരിക്കുന്നത്. അടുത്തതാവട്ടെ. ചേച്ചിയുടെ ഡയറ്റ് പ്ലാൻ പറയാമോ? ഓർ ഡയറ്റ് ഫുഡ്സ്? ഡയറ്റ് പ്ലാൻ സാലഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഡിന്നർ സാലഡ് ആയിരിക്കും. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും എഗ്സ് ആയിരിക്കും. കാർബ്സ് ചിലപ്പോൾ കഴിക്കാറില്ല. ആൻഡ് ലഞ്ചിന് എല്ലാം കഴിക്കും. നിങ്ങൾ വീഡിയോസിൽ കാണുന്ന എല്ലാം ഇത്തിരി കഴിക്കും. Okay, which all are your favorite cooking channels that you follow, which inspires you? പറയണ്ട ആവശ്യമില്ലാത്ത എല്ലാം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, എല്ലാം അങ്ങനെ എല്ലാരെയും അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയില്ല. Okay. Do you travel to different countries and what are the countries? ഇല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ കൊച്ചിൻ വിട്ട് എങ്ങോട്ടും പോണമെന്നില്ല. ഇവര് വലിച്ചോണ്ട് പോകണം. Do you travel to different countries? ഇല്ലെന്ന്. And what are the places you've been to? Have you traveled? പോയിട്ടുണ്ട്. ഓസ്ട്രേലിയ, ദുബായ്, സ്പെയിൻ എല്ലായിടത്തും പോയിട്ടുണ്ട്. ബട്ട് എനിക്ക് എവിടെയും പോകാൻ ഇഷ്ടമല്ല. വേറെ കൺട്രിയാണ്. ദുബായ്. പക്ഷെ എനിക്ക് എവിടെയും പോകാൻ ഇഷ്ടമല്ല. ആൻഡ് ഫ്രണ്ട്സ് എല്ലാവരും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ പോകാത്ത. ബിക്കോസ് എനിക്ക് അത്ര ഇഷ്ടമാണ് കൊച്ചിൻ. Want to know your secret of energy? ഇത്രയും നല്ല സപ്പോർട്ടീവ് ഫാമിലി ഉള്ളപ്പോൾ എല്ലാവർക്കും നല്ല എനർജി വരും. ആർക്കാണെങ്കിലും എനർജി ഉണ്ടാവും. പിന്നെ ജോർജി, മന്ന. ഞാൻ എപ്പോഴും പറയണത് മന്ന ലൈറ്റ്, ജോർജി ഹാപ്പിനെസ് രണ്ടും ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ. തിരിച്ചു പറഞ്ഞാ രണ്ടും മാറ്റിയടാ. മന്ന ലൈറ്റ് ആക്കി, ജോർജി ഹാപ്പി ആക്കി, ഹാപ്പിനെസ് ആക്കി. Hi, where did you get Chucky and breed details? മന്ന, that's for you. മന്ന പറഞ്ഞു. Okay, so Chuckyനെ ഞങ്ങൾ ഒരു ഏജന്റ് അല്ലല്ലോ, what do you call Denver. His name is Denver. Yeah, I know what is he? He he's knows a a lot of breeders. He's a cat He's breeder. a breeder and he knows a lot of other breeders. Yeah. അങ്ങനെ ഞങ്ങളുടെ കസിൻ വഴി, ജോണി ചേട്ടൻ വഴി
കണ്ടുപിടിച്ച. You would have seen in one of Amma's videos. He's a fitness coach. Yeah, so Johnny ചേട്ടൻ വഴിയാണ് കിട്ടിയത്. Johnny ചേട്ടൻ also has a British short hair. ഞങ്ങളുടെ ചക്കിയുടെ breed is British short hair. He has a male one. We have a female cat, which is Chucky. Kitten. അതെന്താ മുത്തുവിനെ പറ്റി ചോദിക്കേണ്ടിരുന്നേ? അത് ശരിയാണല്ലോ. മുത്തു നാടനാ. മുത്തു നാടനാ, ഞങ്ങളെ അഡോപ്റ്റ് ചെയ്താ. ബട്ട് അതാണ് എന്റെ ഫേവറേറ്റ്. അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടും എന്റെ ഫേവറേറ്റ്. പക്ഷെ മുത്തുവിന് ഭയങ്കര ഇഷ്ടം നമ്മളോട്. മുത്തു ഈസ് ചക്കിക്ക് കുറച്ച് ജാടയാണ്. ജാട in the sense she likes her own space. No, see that breed is like that. It's not a very clingy, huggy cat. It doesn't like it doesn't like us holding, picking it up and holding it. And I feel like males are little more like affectionate. Females are like I'll mind my own business, just leave me. അതാണ് എന്തൊരു എക്സ്പ്രഷൻ ആണ്. പക്ഷെ എന്നിട്ടും നമ്മൾ പുറകെ പോകട്ടെ. I think cats in general are like that. നമ്മൾ dogs ആയിട്ടാണ് കമ്പയർ ചെയ്യണത്. Love your song selection. അത് മന്നെയാണ് എല്ലാം ചെയ്യണേ. എഡിറ്റിംഗ് പാർട്ട് ഫുൾ മന്നെയാട്ടെ ചെയ്യണേ. ബട്ട് ഒരു കാര്യമുണ്ട്, ഞാൻ വാ തുറന്നിരുന്നാലും അവളത് ഇടും. അവൾക്ക് ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ ലുക്കിൽ ഞാൻ അത്രയും കോൺഷ്യസ് അല്ല. അതുകൊണ്ട് മന്നയ്ക്ക് എന്തും ഇടാം, എന്ത് പാട്ടും ഇടാം. അതാണ് ഞങ്ങളുടെ ചാനലിനെ ഹിറ്റാക്കിയ മെയിൻ കാര്യം. ഇതെങ്ങനെ ഈ കിച്ചൺ ടേൽസ് തുടങ്ങിയതെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടല്ലോ. മന്ന ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. കിച്ചൺ ടേൽസ് എങ്ങനെ തുടങ്ങിയത് ഞാനും മന്നയും കൂടി ഉച്ച കഴിഞ്ഞ് കറക്റ്റ് ഒരു 2 മണിയായപ്പോൾ ഞാൻ മന്നടുത്ത് പറഞ്ഞു എനിക്ക് ഒരു പേജ് തുടങ്ങി തരണം. അങ്ങനെ പറഞ്ഞ് വെറുതെ ഞങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു വീഡിയോ വെറുതെ ഇട്ടു. പിന്നെ ആ വീഡിയോയ്ക്ക് തന്നെ ഭയങ്കര വ്യൂസ് കിട്ടി. പിന്നെ ഞാൻ എന്തോ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു. ഒരു പൈസയും കിട്ടണ്ടായിരുന്നില്ല ആദ്യത്തെ 6 മാസം. എന്നിട്ട് എന്നാലും കൺസിസ്റ്റൻ്റ് ആയിരുന്നു. ആഴ്ചയിൽ 2 വീഡിയോ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ. മന്നയും അങ്ങനെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേ ടൈമിൽ എഫേർട്ടിൻ്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്താതെ അങ്ങനെ ചെയ്തു. ആൻഡ് 6 മന്ത്സ് കഴിച്ചപ്പോൾ ഇൻസ്റ്റഗ്രാം നമുക്കറിയാമല്ലോ മോണിറ്റൈസ് ചെയ്യില്ല. അപ്പം ഞാൻ എൻ്റെ പാർട്ടി ഓർഡേഴ്സ് തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരും യൂട്യൂബ് എന്താ സ്റ്റാർട്ട് ചെയ്യാത്ത എന്തോരം ഡിഷസിൻ്റെ പലതരം ഡിഷസ് നീത്തു ട്രൈ ചെയ്യാറുണ്ടല്ലോ, ക്ലിയർ അല്ല ഇൻസ്റ്റഗ്രാം വീഡിയോസിൽ കൂടെ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബ് തുടങ്ങി. അങ്ങനെ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ. So someone asked on YouTube, genuine question, you seem to have more than one house help. So am I right in assuming that your daily home cooking is done by them and the only cooking that you do is just for the camera? No hate, just curious. ഒട്ടുമല്ല. നമുക്ക് ക്യാമറയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇപ്പം ഞാൻ ചെയ്യണ പോലത്തെ അത്രയും ഡിഷസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ സീൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യണമെങ്കിൽ തന്നെ നല്ല പരിചയം വേണം. പാത്രങ്ങൾ പൊക്കി കട്ട് ചെയ്ത് അങ്ങനെ എല്ലാം ഫുഡിനെ പറ്റി നല്ലൊരു ക്ലിയർ ഐഡിയ ഉണ്ടെങ്കിൽ ഇത്രയും ഡിഷസ് ഒരുമിച്ച് ക്യാമറയ്ക്ക് വേണ്ടിയാണെങ്കിൽ കൂടെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഹൗസ് ഹെൽപ്പ് അതുണ്ട് എനിക്ക്. എന്തായാലും ഈ വീഡിയോസ് തുടങ്ങിയ പിന്നെയാണ് അങ്ങനെ ആയി വന്നത്. തുടക്കമൊക്കെ ഞാനും ഒരു ചേച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലെന്ന് വീട്ടിലുള്ള ഭക്ഷണം നീ തന്നെയാ വീട്ടിൽ ഞാൻ തന്നെ എന്നല്ല, അവരും ഉണ്ട് ഞാനും ഉണ്ട്. ആൻഡ് ഡെയിലി പുതിയ ഡിഷസ് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഡിഷസ് മാത്രമല്ല, ചിലപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റോറി ആയിട്ടൊക്കെ ഇടുന്നുണ്ടാവും മാറി എല്ലാം സ്പെഷ്യൽ. ഓരോ മണിക്കൂറിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കിച്ചണിൽ. അപ്പോൾ ആൾക്കാരില്ലാതെ ഒന്നും നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നിന്നാൽ നടക്കുമോ? അല്ല, അത് ഒരു മിനി റെസ്റ്റോറൻ്റ് ആണ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആൾ വേണം എന്തായാലും. റെഗുലർ കുക്കിംഗ് ആഴ്ചയിൽ 3 വീഡിയോസാണ് ഞങ്ങൾ ഇടുന്നത്. ആൻഡ് 3 വീഡിയോസിന് അല്ലാതെ ഷോർട്സും വേണ്ട, ഷോർട്സ് അല്ല സ്റ്റോറീസ് ആയിട്ട് ഇടണം. അപ്പം ഈ പേജ് ആക്റ്റീവ് ആയിട്ട് വെക്കാൻ തന്നെ ഞാൻ പല ഡിഷസ് നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്ത് ഫോട്ടോസ് ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പോൾ ആൾ വേണം എന്തായാലും. ആളില്ലെങ്കിൽ നമ്മൾ മടുത്തു പോകും. കുക്കിംഗ് എന്തൊക്കെയായാലും ഇത്തിരി ഇഷ്ടമില്ലാത്തവർക്ക് എന്തൊക്കെയായാലും മടുപ്പ് വരണ പരിപാടി. അവന് വിശക്കുന്നുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കും. How do you prioritize self-care and find time for yourself amidst managing your channel and family responsibilities? സെൽഫ് കെയർ ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ഇത്രയും നാൾ ഞാൻ സെൽഫ് കെയർ ചെയ്തുകൊണ്ടാണ് എൻ്റെ വീഡിയോസിൽ വരാൻ ഇത്രയും കോൺഫിഡൻറ്റ്. ഞാൻ വർക്കൗട്ട് നിർത്തില്ലായിരുന്നു. ആൻഡ് ഡയറ്റും ചെറിയ രീതിയിൽ നോക്കുമായിരുന്നു. സ്വീറ്റ്സ് അധികം കഴിക്കില്ലായിരുന്നു. ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ കുറേ കൂടെ കോൺഫിഡൻറ്റ് എനിക്കിഷ്ടമുള്ള വേഷങ്ങൾ ഇട്ടിട്ട് വീഡിയോസ് ചെയ്യാൻ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഇത്രയും
ചിരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ എന്താ മാച്ച് ബോക്സ് യൂസ് ചെയ്യണേ? അതെന്തോ കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര അല്ല, മാച്ച് ബോക്സ് യൂസ് ചെയ്യുന്നതിന് എന്തോ കാരണമുണ്ട്. എനിക്കെന്തോ മാച്ച് ബോക്സ് ഇഷ്ടം. അതെന്താ ലൈറ്റ്? മറ്റേ അത് സിഗരറ്റ് ലൈറ്റർ അല്ലേ? അതപ്പൊ സിഗരറ്റ് വലിക്കണ കാരണം അതവിടെ ഇരിക്കുന്നുണ്ട്. അത് കാരണമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്കറിയില്ല. Your outfits are bold for Kerala. How did that happen? Is it just how it is when you are from a rich family? My parents would go nuts if I ever tried anything bold, and that conditioning remained for a long time. ബോൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് അതിന്റെ സെക്കൻഡിലേ നിൽക്കുള്ളൂ. എങ്ങനെ ഞാനിപ്പോൾ ഡ്രസ്സ് ഇപ്പം നിങ്ങൾ കാണണം, അത് ഞാൻ നേരത്തെ വീഡിയോസ് ഇടുന്നേക്കാളും മുമ്പും ഇങ്ങനെ തന്നെയായിരുന്നു. വീഡിയോസിന് വേണ്ടി മാത്രം തയ്ക്കുന്ന ഡ്രസ്സുകളല്ല, ഇങ്ങനെ തന്നെയായിരുന്നു നേരത്തെയും. ആൻഡ് ബോൾഡായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യണേന്ന് എനിക്ക് നല്ലൊരു ഇതുണ്ട്. അത് കാരണം ഡ്രസ്സിൽ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും ഓരോ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ബോൾഡായിട്ടുള്ള കാര്യത്തിലാണ് എൻ്റെ ശ്രദ്ധ. കുക്കിംഗ്. Who taught you cooking or how did you learn cooking? ആക്ച്വലി ആരും പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ടില്ല മീൻസ് ഞാൻ എവിടെയും കുക്കിംഗ് ക്ലാസ് അങ്ങനെയൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ജിജോയുടെ വീട്ടിൽ എല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യും, എൻ്റെ മമ്മി നന്നായിട്ട് കുക്ക് ചെയ്യും. ബട്ട് കല്യാണത്തിന് മുമ്പ് ആകെ ബുൾസൈ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബട്ട് ഇവിടെ വന്നപ്പോൾ ഫുൾ സീ ഫുഡിൻ്റെയൊക്കെ വേറെ ലെവൽ കുക്കിംഗ് ആണ് ജിജോയുടെ വീട്ടിൽ. ആൻഡ് ഇപ്പം നിങ്ങൾ വീഡിയോസിൽ കണ്ടില്ലേ, നിശ്ചയിച്ചി എല്ലാവരും ഭയങ്കര നല്ല കുക്സ് ആയിരുന്നു. അങ്ങനെ ഞാൻ അവരാരും അറിയാതെ ഞാൻ കുക്കിംഗ് പഠിച്ചു ഇടയിൽ. പക്ഷേ അന്നൊന്നും ഇവരാരും അറിഞ്ഞിട്ടില്ല ഞാൻ കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളായിട്ട് ആരും അങ്ങനെ തോന്നിയിട്ടില്ലെന്ന് തോന്നുന്നത്. ഞാനെപ്പോഴും ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നടക്കും. ഇനി എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. നമ്മളിങ്ങനെ കൂടുതൽ ഡ്രസ്സ് ചെയ്ത് നടക്കുമ്പോൾ ചിലപ്പോൾ ഇതിലൊന്നും ശ്രദ്ധിക്കണില്ല എന്ന് ഓർത്തോ എന്താണെന്നറിയില്ല. എന്തായാലും ഞാൻ പഠിച്ചു കുറച്ച് നാളം കൊണ്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നുണ്ടോ. ആൻഡ് അപ്പോൾ തൊട്ട് ഗെറ്റ് ടുഗെദേഴ്സ് വെക്കുമായിരുന്നു, ഞാൻ തന്നെ ഡിഷസ് ഉണ്ടാക്കുമായിരുന്നു. ആദ്യമൊക്കെ പാളിപ്പോവായിരുന്നു. ആൻഡ് കാരണം എന്ന് വെച്ചാൽ 25 പേരൊക്കെ വിളിച്ചിട്ടാണ് ആദ്യം തന്നെ വിളിച്ചുകൊണ്ടിരിക്കണത്, ആദ്യം തന്നെ വലിയ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെറുതായിട്ട് പാളിപ്പോയിട്ടുണ്ട്. ബട്ട് പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയി. പിന്നെ എല്ലാം ഭയങ്കര ഹിറ്റായി. ആൻഡ് പിന്നെ ഷെഫ് എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ഓവറായി. ഇപ്പൊ തൽക്കാലം അത്രേ ഉള്ളൂ. സോറി ഗൈസ്. അതെ, അപ്പയുടെ കോളേജും കൂടി ചോദിച്ചിട്ടുണ്ട് അവര്. കോളേജ് ഡിഗ്രി ഗ്രാജുവേഷൻ നെക്സ്റ്റ് UK. നെക്സ്റ്റ് അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാൻ കാരണം. ഇനി ജോർജിയുടെ ഗ്രാജുവേഷൻ ആയിട്ടില്ല. ഞാൻ ആക്ച്വലി മന്നനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അവിടെ മന്നനോട് ചോദിച്ചിട്ട് മന്ന എന്താ വീഡിയോസ് ഇടാത്തേന്ന്. നാളെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. ബൈ ദ ടൈം ദിസ് വീഡിയോസ് ഔട്ട്, ദാറ്റ് വീഡിയോ വിൽ ബി ഔട്ട്. ഞാൻ പതുക്കെ 2026 my resolution is to post more videos and I will do it. Very good. Another thing is my education. Basically ഞാൻ 12th കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് ഇയർ എടുത്തു. പിന്നെ ഒരു ഡിസൈൻ കോച്ചിങ്ങിന് പോയി. ബിക്കോസ് ഐ ആ ഗ്യാപ്പ് ഇയറിന്റെ കഥ പറയട്ടെ. ഗ്യാപ്പ് ഇയറിലാണ് ഞങ്ങളുടെ കിച്ചൺ ടേൽസിന്റെ പേജ് തുടങ്ങിയത് കേട്ടോ. മന്ന വീട്ടിലുണ്ട്, ഞാനും മന്നയും കൂടി തുടങ്ങി. അടുത്ത് പറ. അതുകൊണ്ട് ആ ഗ്യാപ്പ് ഇയർ അങ്ങനെ വേസ്റ്റ് ആയില്ല. ഭാഗ്യം വേസ്റ്റ് ആയില്ലെന്നാ. ഇനി ഇതാണ് മന്നനെ ഹെൽപ്പ് ചെയ്യാൻ പോണ മെയിൻ കാര്യം. നോക്കിക്കോ. ആൻഡ് ദെൻ ഗ്യാപ്പ് ഇയർ എടുത്ത് ഐ തോട്ട് ഐ വാണ്ടഡ് ടു ഡു ഡിസൈൻ. അങ്ങനെ ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ സിംബയോസിസിൽ അഡ്മിഷൻ എടുത്ത് സിംബയോസിസ് ഡിസൈൻ കോളേജിൽ പോയി 7 months അവിടെ പഠിച്ചു. 7 months അവിടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ ഇത് ചെയ്യണ്ട, എനിക്ക് സിനിമാറ്റോഗ്രാഫി മതിയെന്ന്. എന്നിട്ട് ഞാൻ സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ ചെന്നൈയിൽ പോയി ഒരു ഡിപ്ലോമ കോഴ്സിന്. അത് കംപ്ലീറ്റ് ചെയ്തു എന്തോ ഭാഗ്യത്തിന്. എന്നിട്ട് ഇപ്പൊ തിരിച്ച് വീട്ടിലെത്തി അമ്മേനെ ഹെൽപ്പ് ചെയ്യുക. ആൻഡ് ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് മൈ ഓൺ യൂട്യൂബ് ഓൾസോ. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ഇനി ഞാൻ ചോദിക്കല്ലേ എഡ്യൂക്കേഷൻ എന്തോന്ന് ഇനി എനിക്ക് പറയാൻ താല്പര്യമില്ല. ജോർജി ഇത് കഴിഞ്ഞ് എവിടെയാ പഠിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരെങ്കിലും ചോദിക്കുമല്ലോ. സത്യം ആരും ചോദിച്ചില്ല, ഞാൻ ചോദിക്കണമെന്ന്. ജോർജി അല്ലെങ്കിൽ എന്നോട് ആൻസർ ചെയ്തല്ല. ജോർജി സീക്രട്ട് ഹാർട്ട് പോരെ തേവര. ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോ. കഴിഞ്ഞ ഇനി ഇത്രയേ ഉള്ളൂ. ഞാൻ യൂട്യൂബ് ക്വസ്റ്റ്യൻസും ചോദിച്ചു. എത്ര നേരം ഈ വീഡിയോ മതി, ഞാനിനി എഡിറ്റ് ചെയ്ത്. അല്ല മന്ന, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു കേട്ടോ. എന്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണല്ലോ, എന്താ കല്യാണം എപ്പോ കഴിച്ചു? 22
22 they got married ആ and സമയത്ത് 24 എല്ലാവരും ല് നേരത്തെ ഞാൻ കല്യാണം 24 കഴിക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. 22 അല്ല മോളെ 2002. അല്ല 22 ഇയേഴ്സിൽ. ഓ അങ്ങനെ 22 when she was 22 years she got married in 2002. 2004 I was born. ആൻഡ് 25 തന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് 4 years. ഇനി വേറെന്താ മെയിൻ ഞാൻ കുക്കിംഗ് പഠിക്കാനുള്ള മെയിൻ കാരണം ഞാനും ജിജുവും കല്യാണം കഴിഞ്ഞ് അപ്പൊ തന്നെ സെപ്പറേറ്റ് ആയിട്ട് മാറിയായിരുന്നു. ആൻഡ് അവിടെ അന്നോട്ട് കുക്കിംഗ് ഇത് തന്നെ ഇപ്പൊ പറഞ്ഞത്. ഒരുമിച്ച് മാറി. ഞങ്ങൾ രണ്ടുപേരും അപ്പൊ കല്യാണം കഴിച്ച ഉടനെ തന്നെ സെപ്പറേറ്റ് ആയിരുന്നു. അല്ല അപ്പം തൊട്ട് ഞാൻ കുറെ റെസിപ്പി ബുക്സ് വായിക്കുമായിരുന്നു. ആൻഡ് അന്നോട്ട് പിന്നെ ചേച്ചിയുടെ അടുത്ത് നിന്നൊക്കെ റെസിപ്പി മമ്മീനെയും വിളിച്ച് ചോദിച്ചിട്ട് റെസിപ്പി ചോദിച്ചു അപ്പം തന്നെ ഉണ്ടാക്കി നോക്കും. ആൻഡ് പറഞ്ഞു കഴിഞ്ഞല്ലേ അന്ന് എനിക്ക് വിശക്കാൻ തുടങ്ങി ഞാനൊരു കുക്കിംഗ് ചെയ്യണോ വേണ്ടയോന്നാ? അല്ല അഡ്വൈസ് any tips for remaining this happy as a couple? Are you guys happy? അതാദ്യം ചോദിക്കട്ടെ. നമ്മള് ഹാപ്പി ഞാൻ ഭയങ്കര ഹാപ്പിയാ ചേച്ചി. ഞാൻ പക്ഷെ പുറത്തോട്ട് കാണിക്കില്ല. ഞാൻ ആക്ച്വലി എന്റെ പേജ് തുടങ്ങിയ പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. പേജിനെ കുറിച്ചല്ല ഇവിടെ ചോദിച്ചത്. കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഹാപ്പിയാണ്. ബട്ട് 40 ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് ഇത്തിരിയൊക്കെ അല്ല എടുക്കാത്തോണ്ടാണ് ജിജു ഇങ്ങനെ പറ്റുന്നത്. അത് തന്നെ. Also, അല്ല ഇപ്പൊ ക്വസ്റ്റ്യൻ വേറെ എന്തോ ആയിരുന്നല്ലോ മന്ന ചോദിച്ചത്. My question was how was your മന്ന വേറെ marriage tips? Any marriage tips? നിങ്ങൾക്ക് തോന്നുമ്പോ കല്യാണം കഴിച്ചാൽ മതി. എന്റെ അമ്മ പണ്ടത്തെ പോലെ പ്രഷറിൽ കല്യാണം കഴിക്കണം എന്നില്ല. ബട്ട് കല്യാണം മന്നയുടെ കാര്യം വേറെ കേട്ടാ. ഇപ്പോഴത്തെ എനിക്ക് ആൾക്കാരെ അറിയില്ല മന്ന. ഇപ്പോഴത്തെ ജനറേഷന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. അന്നൊക്കെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരെ കിട്ടിയാലും അതിൽ തന്നെ നിക്കാൻ നോക്കും. നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കും. ഇത് ഗുഡായത് ഞാനായതുകൊണ്ടല്ലേ, സൈഡിൽ അമ്മയായതുകൊണ്ടല്ലേ. വിട്ടു കൊടുക്കരുത് ഒന്നും മോളെ. അപ്പക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം ഇറക്കിയ അപ്പ വേറെ വയലിന് മനുഷ്യനാവും. ഞാനത് ഇറക്കാത്തോണ്ടാ. മോളുടെ എല്ലാ ദിവസം അങ്ങനെ ആയതുകൊണ്ട് പിന്നെ കണ്ട് ശീലിച്ചു. ഞാൻ എന്തിറക്കിയാലും ദേ 32 പല്ല് ഇങ്ങനെ കാണിക്കാറുണ്ട് ഇടയ്ക്ക്. അങ്ങനെ വഴക്കിട്ടിരിക്കണ സംഭവം ഞങ്ങക്ക് ലൈഫിൽ വന്നിട്ടില്ല. അതാണ് എനിക്ക് അഥവാ അങ്ങനെ ജിജോയുടെ ലൈഫില് ജിജോനെ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം വഴക്കിട്ടിരിക്കണമെന്ന് എനിക്കറിയാം. വീട്ടിലൊരു സമാധാനക്കുറവ് ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം. അപ്പൊ അത് ഞാൻ മാക്സിമം ഉണ്ടാക്കാതെ നോക്കിയിട്ടുണ്ട്. എന്തൊക്കെയോ പറയാനുണ്ട്. നിങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നെങ്കിൽ നല്ല ബോറടിച്ച് ഞങ്ങള് രണ്ടുപേരും കല്യാണം കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു ബ്രദർ ആൻഡ് സിസ്റ്ററിനെ പോലെ ഉണ്ടെന്ന് എല്ലാരും പറഞ്ഞു. അല്ല അങ്ങനെയല്ല, അത്രയും എല്ലാ കാര്യത്തിലും ഒരുമിച്ചാ നടന്നിരുന്നത്. അത്രയും എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ചാ നടന്നിരുന്നെന്ന് എനിക്കറിയാം. പിന്നെ മന്ന വന്നു, പിന്നെ ജോർജി വന്നു. എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ ഇപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചുള്ള കുക്കിംഗ് അങ്ങനെയൊക്കെ വന്നേ പിന്നെ കൂടുതൽ വീട്ടിലെ വൈബ് വേറെയാണ്. ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു വൈബാണ്. ചിലപ്പോ കണ്ണു വെക്കേണ്ട ആവശ്യമില്ല, അതുപോലെ വർക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അല്ല വന്ന കൊറേ എഫേർട്ട് ഉണ്ട് അതിന്റെ പുറകില്. ഒരാളുടെ അല്ല 4 പേരുടെ വെറുതെ കിട്ടിയതല്ല ഒന്നും. ഒരു സാധനം പോലും എനിക്ക് വെറുതെ കിട്ടിയിട്ടില്ല. എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ. അത് നിങ്ങൾക്കും ആയിരിക്കട്ടെ. നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ മനസ്സിലാവും. മതി. ഓക്കെ, ഇനി കണ്ണ് നിറഞ്ഞൊരു ആ വർക്കിന്റെ കാര്യം പറഞ്ഞു. അത്രയും പണിയെടുത്തു. Okay, one advice. This is the last one and we are ending this video. One advice you would like to give to your audience for 2026. എനിക്ക് ആരെ അഡ്വൈസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഞാൻ മന്നനെയും ജോർജിനെയും പോലും പറയാറില്ല. അവരോട് പോലും ഒന്നും ഇത് ചെയ്യാൻ അത് ചെയ്യാനൊന്നും പറയാറില്ല. ആക്ച്വലി അവരവർക്ക് നമുക്ക് തന്നെ പേഴ്സണലി നമ്മുടെ മനസ്സിലുണ്ടാവും അത് ചെയ്യണം എന്ന് ചെയ്യാൻ തോന്നുവാണെങ്കിൽ പിന്നെയും മാറ്റി വെക്കാതെ അന്ന് തന്നെ ചെയ്യാം. ബേസിക്കലി നോ പ്രൊക്രാസ്റ്റിനേഷൻ. അതാണ് അമ്മയുടെ അഡ്വൈസ് ഫോർ 2026. അത് തന്നെ. എന്റെ വർക്കിനെ പറ്റി പറഞ്ഞാൽ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. എന്തൊരു ഇൻസ്റ്റ
ഇൻസ്റ്റാഗ്രാം റീൽസിന് വേണ്ടി ചട്ടിയൊക്കെ മറ്റേ 10 കിലോയുടെ ചട്ടിയൊക്കെയാണ് പൊക്കിക്കൊണ്ടു പോണത് പണ്ട്. ഇപ്പൊ ഇച്ചിരി കൂടി നാച്ചുറൽ ഇതിലേക്ക് പോയി. പക്ഷെ പണ്ട് ഞാൻ ഭയങ്കര ആക്ടിങ് ആയിരുന്നു. ഭയങ്കര ആക്ടിങ് ആയിരുന്നു. ചെറിയ ചട്ടി ഒന്നും കൊണ്ടുപോകില്ല, വലിയ ചട്ടിയില് 5 കിലോ മീനൊക്കെ ആയിട്ടാ പോണേ. സിമ്പിൾ ആയിട്ട്. എനിക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നി, ഹെൽപ്പ് ഇല്ലാണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. ഇനി നിങ്ങൾ ലൈവ്, അമ്മ ഇനി ലൈവ് പോകും. അങ്ങനെയാണെങ്കിൽ ലൈവില് ഞാൻ ആരോട് സംസാരിക്കാനാ? എങ്ങനെ അവര് ക്വസ്റ്റ്യൻസ് ചോദിക്കും, കമന്റ്സ്, ലൈവ് കമന്റ്സ് വരും, അതിനകത്ത് ആൻസർ ചെയ്താൽ മതി അമ്മ. എന്തിന്? ഇതിലും കൂടുതലൊന്നും എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് ആക്ച്വലി ആക്ഷൻസ് ആണ് ഇഷ്ടം, ചെയ്ത് കാണിക്കാനാണ് ഇഷ്ടം. സംസാരത്തിൽ ഞാൻ അത്രയും വലിയ മെഡിക്കാന്ന് എനിക്ക് തോന്നുന്നില്ല. സംസാരിച്ച് ആരെങ്കിലും വീഴ്ത്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ബട്ട് നിങ്ങൾ ചെയ്യണ കണ്ടുണ്ടല്ലോ, അതിൽ ഇൻസ്പയർഡ് ആണെങ്കിൽ ചെയ്യാൻ നോക്കിക്കോ. എന്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ, കുക്കിംഗ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. ബൈ. ഞങ്ങൾ ഇനി ഡിന്നറിന് പോകാണ്ട, പറ്റിയാ ചിലപ്പോ അറിയിക്കാം എന്താ എവിടെന്നാ കഴിച്ചെന്ന്. ഇടയ്ക്ക് കൂടെ അതും കൂടി അറിയിക്കാന്ന്. ജോർജിക്കുട്ടന് കൊറേ ഫാൻസ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി പറഞ്ഞില്ലല്ലോ. ദൈവമേ, ജോർജിയുടെ ഫാൻസ് ഉണ്ടല്ലോ അതാണ് ഇതെല്ലാം കിട്ടിയേക്കണ എന്നെ കുറ്റം പറഞ്ഞിട്ടാണ്. അതാണ് ഭയങ്കരം. ജോർജി, ഇതൊക്കെയാണ് കുഞ്ഞു പിള്ളേര് പഠിക്കാൻ പോണേ കേട്ടോ. സെയിം സമയത്ത് ഞാൻ കുറ്റം പറഞ്ഞ എനിക്കിട്ട് വേറെ ഒരു മല്ല അങ്ങനെ കുറ്റം പറയണ. ജോർജി പറയുമ്പോ 2 വയസ്സുള്ള കൊച്ചൊക്കെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കണ്. ആ വീഡിയോ എനിക്ക് അയക്കുന്നു. 2 വയസ്സ് 3 വയസ്സേ ഉള്ളൂ. ജോർജി ചേട്ടൻ ഇല്ല കുട്ട, ഇത് ഇത്രേ ഉള്ളൂ ലെങ്ത്. അല്ല, ബെഡിൽ കിടന്നിട്ട് അമ്മയ്ക്ക് വീഡിയോ അയച്ചു. എന്നിട്ട് ജോർജി ചേട്ടൻ ഭയങ്കരമായിട്ട് എന്നിട്ട് അമ്മ തന്നെ നെട്ടിപ്പോയി. നീ ആകെ കുറച്ച് കാര്യങ്ങളെ വീഡിയോ പറയുള്ളൂ. എന്നിട്ട് ജോർജിയുടെ ഫാൻസ് ആണ്, കട്ട ഫാൻസ്. ജോർജി എന്ത് പറഞ്ഞാലും അപ്പ ഹിറ്റ് ആവും. പക്ഷെ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരെ എനിക്കൊന്ന് പെട്ടെന്ന് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായിരിക്കും. യൂട്യൂബ് ചാനല് മന്ന തുടങ്ങി. അല്ല, മന്ന ഇനി കുറെ കൂടെ ആക്റ്റീവ് ആയിരിക്കും. ജോർജി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആൾക്കാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ബിലോ. ജോർജി, ഇനിയും ഒരു യൂട്യൂബർ വീട്ടിൽ വേണ്ട കേട്ടാ. നിന്നെ ഞാൻ വേറൊരു കാര്യത്തിന് വെച്ചേക്കണ. എനിക്കൊരു സാധനം തുടങ്ങാനുണ്ട്. റെസ്റ്റോറന്റ് ഒന്നും അല്ല. ചില ദിവസം എനിക്ക് ഇങ്ങനത്തെ ഒരു മൂഡ് വരും. ഞാനൊരു അമ്മയല്ലേ. എല്ലാവർക്കും ഭ്രാന്താവും. ബൈ ബൈ ബൈ.